നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എനിക്കൊരു ഒരു റിക്വസ്റ്റ് വന്നതിനനുസരിച്ചിട്ടാണ്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ പോലത്തെ ഒരു റീഡിംഗ് ആണിത്. പക്ഷേ റീഡിംഗ് റിക്വസ്റ്റ് ചെയ്ത ആൾ പറഞ്ഞു പേഴ്സണൽ റീഡിംഗ് വേണ്ട, ജനറൽ റീഡിങ്ങിൽ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരി, അപ്പം അങ്ങനത്തെ ഒരു റീഡിംഗാണ് നോക്കുന്നത്. എത്രത്തോളം ആക്യുറേറ്റ് ആവുമെന്ന് അറിയില്ല. നിങ്ങളുടെ റീഡിംഗ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തേക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് അറിയേണ്ടിരുന്നത്, അവർ ഇഷ്ടപ്പെടുന്ന ആൾ സംസാരിക്കുന്നില്ല ആ പേഴ്സണോട്, പക്ഷേ ആ പേഴ്സൺ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ച് ആ പേഴ്സണ് ഇവരോട് എന്താണ് ഫീലിങ്സ് എന്ന് അറിയണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്കത് നോക്കാം അല്ലേ. ഇത് ആ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ്, ഇപ്പോഴത്തെ ഓവറോൾ എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. 1, 2, 3 കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുക ഇവർ സിംഗിൾ ആണോ മാരീഡ് ആണോ, അത് നമുക്ക് അറിയണം. അപ്പോൾ സിംഗിൾ ആണോ യെസ് ഓർ നോ നോക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ നിങ്ങളോട് ഇവർക്ക് എന്താണ് ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളോട് അവർ തുറന്നു പറയുമെന്ന് നമുക്ക് അറിയണമല്ലോ, അത് നോക്കണം. പിന്നെ തുറന്നു പറയുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവരുടെ ശരിക്കുമല്ല നിങ്ങളോട് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്ന, നിങ്ങൾ നോക്കുന്നത് കൊണ്ട് ഇവരെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് കൊണ്ട്. ഫൈനലി നിങ്ങൾക്കൊരു ഗൈഡൻസും, അത്രയുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ 1, 2, 3 ഇതിലേത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഭഗവാനെ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റി. ഇനി നിങ്ങളുടെ ഈ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട സ്പിരിച്വൽ ഓറക്കിൾസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് അറിയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ, അത് എന്ത് ചെയ്യണം അതിന് വേണ്ടി, അതൊക്കെയാണ് സ്പിരിച്വൽ ഓറക്കിൾസിൽ കാണിക്കുക കേട്ടോ. ഓരോ സമയത്ത് ഓരോന്നാണ് കാണിക്കുന്നത്, അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. എനിക്ക് അറിഞ്ഞൂടാ എന്താണ് വരാൻ പോകുന്നത് ഇവിടെ. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ദേവിയമ്മേ മഹാമായ. ഓക്കെ, ഒരുത്തി ഇവിടെ ഭയങ്കര മുഖം വീർപ്പിച്ചിരിപ്പുണ്ട് സ്ത്രീക്ക്. അവൾ വന്നിട്ട് ആദ്യത്തെ റീഡിങ് എടുത്തിട്ട് ആ ക്യാമറ അങ്ങനെ തട്ടിയിട്ടിട്ട് പോയി. അപ്പം നാലെണ്ണം ഞാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെതായ ഒരു കെറുവിക്കലുണ്ടാവും. ഞങ്ങൾ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭഗവാനെ നമഃ ശിവായ, ഓം 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 നമഃ ശിവായ. കാർഡ് മറിഞ്ഞിട്ടില്ല, അല്ലാതെ വീഴണം. എനിക്ക് മറിയണം കാർഡ്, എന്നാലേ ഞാൻ എടുക്കുള്ളൂ. അതാണ് എനിക്ക് മെസ്സേജായിട്ട് എനിക്ക് തോന്നാറ്. വീണിട്ട് കാര്യമില്ല ഭഗവാൻ, എനിക്ക് കറക്റ്റായിട്ടുള്ള കാർഡ് തരണം. ഓക്കെ, ഇവിടെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഒന്നും കൂടെ നോക്കാം വേറെ കാർഡ്. ഇവിടെ മെഡിറ്റേഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് എയിം നിങ്ങളുടെ, അത് നിങ്ങൾ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഡിസ്കവർ യുവർ ട്രൂ സെൽഫ് അതാണ് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു എയിം ഇല്ലാതെ ഒരു ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് വരും എന്നാണ് പറയുന്നത്. ഇനി ആ ഒരു കാർഡേ വന്നുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജിപ്സി ഓറക്കിൾസ് ആണ്. ജിപ്സി ഓറക്കിൾ കാർഡ്സിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. cards. Sorrow.
ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറയുന്നു. ഒരു ലോഡ്, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണോ? അപ്പോൾ നിങ്ങൾ മാരീഡ് ലൈഫിൽ ഹാപ്പി അല്ല, ജോയ്ഫുൾ. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ മേ ബി ഭയങ്കര സീരിയസ് ആയ ഒരു എനർജി ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാണ് ഇഷ്ടം. ഈ പേഴ്സൺ കുറച്ച് ഗൗരവക്കാരനാണ് നിങ്ങളുടെ ലൈഫിലുള്ള ആള്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ പുറത്തുള്ള ആളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു എനർജിയാണ് ഈ നിങ്ങൾ കാണുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള ഈ പുതിയ ആള് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം. നിങ്ങൾ കാരണം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വേറൊരു കാർഡും കൂടെ വന്നിട്ടുണ്ട്, ഒരു തീഫിന്റെ കാർഡ്. ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സാധനം മോഷണം പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഫാമിലി ലൈഫിൽ ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ പൊതുവെ ചിരിച്ചു കളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള എനർജി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ സില്ലി ആണെന്നൊരു ചിന്തയാണ് ഈ പേഴ്സൺ ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കിങ് ഓഫ് സ്വേർഡ്സ് ആണ്. ഈ പേഴ്സൺ ഇമോഷണലേ അല്ല. ഈ പേഴ്സൺ തല കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ ആക്കുന്ന ആളാണ്. ഹാർട്ട് യൂസ് ചെയ്യാത്ത ആളാണ് അധികം. എന്ന് വെച്ചാൽ ഒട്ടും ഇമോഷണൽ അല്ല. സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഈ പേഴ്സൻ്റെ മുമ്പിൽ വില പോകില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ അത് തന്നെയാണ് ഇവിടെ കണ്ടതും. വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയെ കണ്ടു നമ്മൾ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നതും. വളരെ സീരിയസ് ആണ് ഈ പേഴ്സൺ. അങ്ങനെ ചിരിയില്ല, കളിയില്ല, എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. എന്ത് പറഞ്ഞാലും ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിൽ നിന്ന് ഒരു കടുകിട വ്യത്യാസം ചെയ്യാത്ത ഒരു എനർജിയാണ്. കിങ് ഓഫ് സ്വേർഡ്സ് ആണ്. അക്വാരിയസ്, ലീബ്ര, ജെമിനായി ആണ് ഈ സോഡിയാക് സൈൻ കേട്ടോ. ഇത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള എനർജിയും ഇവിടെ നിങ്ങൾ കാണുന്ന എനർജിയും ഒരുപോലത്തെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നെന്ന് പറയുന്ന ഈ എനർജി അതും ഏകദേശം ഒരുപോലത്തെ എനർജിയാണ്. അതാണ് രസം. അപ്പോൾ ഈ പേഴ്സൺ ഉണ്ടോ, ഈ ലോഡ് എന്ന് പറഞ്ഞ ആള് ഭയങ്കര നല്ല പണവും പ്രതാപവും ഉള്ള എനർജിയാണ്. പക്ഷേ ഭയങ്കര പ്രൗഢിയുള്ള ഒരു എനർജിയാണ്. അങ്ങനെ ചിരികളിയില്ല. അത് തന്നെയാണ് ഇവിടുത്തെ നിങ്ങൾ ഇപ്പം ഇഷ്ടപ്പെടുന്ന ആളും അത് തന്നെയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിട്ട് ഈ പേഴ്സൺ ഇതുവരെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റിൽ റിലേഷൻഷിപ്പിലേക്ക് കയറിയെങ്കിലും ഇതുവരെ ഈ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരികയോ മനസ്സിലുള്ള കാര്യം നിങ്ങളോട് പറയുകയോ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരാളാണ്. ചിലപ്പോൾ നിങ്ങൾ മാരീഡ് അല്ലായിരിക്കാം. മനസ്സിലായോ? കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ ഇങ്ങനത്തെ ഒരു കടുംപിടുത്തമായ സ്വഭാവവും ഒരു തരത്തിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ റീഡിങ് കാണുന്നത്. കൊള്ളാം. 2 ഓഫ് കപ്സ് ഞാനിവിടെ കണ്ടു. അത് വരുമെന്ന് നോക്കാം. പുറമേ ഭയങ്കര പരുക്കനായ ഒരു എനർജിയാണത്. അത് തന്നെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. കിങ് ഓഫ് സ്വേർഡ്സ് തന്നെയാണ് ക്ലാരിഫൈ ചെയ്യാനായിട്ട്. കിങ് ഓഫ് സ്വേർഡ്സ് തന്നെയാണ് വന്നേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ വെയിറ്റിങ്ങിലാണെന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ എന്തോ ഒരു കാര്യം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ലായിരിക്കാം. നിങ്ങളുടെ പാസ്റ്റ് ഒന്നും ഈ പേഴ്സൺ അറിയില്ല. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ഈ പേഴ്സണ് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ? ഈ പേഴ്സൺ അറിയാമോ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന്? അറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? വളരെ പ്രാക്ടിക്കലായ ആളായത് കൊണ്ടാണ് ചാടി കയറി കമ്മിറ്റ്മെൻറ്റ് തരാത്തതും ഐ ലവ് യു പറയാത്തതും. കാരണം നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് അല്ലെങ്കിലോ. അപ്പോൾ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയ ഒരു എനർജി ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ബെസ്റ്റീസ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. പക്ഷേ നിങ്ങളിത് ഒരുപടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു ഷുവറല്ല, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. എന്തോ വെയിറ്റിങ്ങിലാണ് ഈ പേഴ്സൺ. കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാർഡ് എടുത്ത് നോക്കാം. ഈ പേഴ്സൺ സിംഗിൾ ആണോ എന്ന് നമ്മൾ ചോദിക്കണോ? ഇനി
ചോദിച്ചു നോക്കാം. കാരണം ചിലപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഡൗട്ട്, കാരണം ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് രഹസ്യമായിട്ട് ഇനി വല്ല റിലേഷൻഷിപ്പിലാണോ ഈ പേഴ്സൺ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ഈ പേഴ്സൺ സിംഗിൾ ആണോ ഇപ്പോൾ? ഈ പേഴ്സൺ ഇപ്പോൾ സിംഗിൾ ആണോ എന്ന് വെച്ചാൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലുമായിട്ട് ഈ പേഴ്സണ് കണക്ഷൻ ഉണ്ടോ എന്നാണ് ഇവിടുത്തെ ഉദ്ദേശം കേട്ടോ. ഇവിടെ നിങ്ങളായിട്ട് കമ്മിറ്റ്മെന്റ് തന്നിട്ടില്ലല്ലോ. ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ നമ്മളൊരു സിറ്റുവേഷൻ ആയിട്ട് അത് എടുക്കുന്നുള്ളൂ. ആ പേഴ്സൺ കമ്മിറ്റ് ചെയ്യാത്തത്രയും കാലം നിങ്ങളൊരു റിലേഷൻഷിപ്പിലല്ല, ഒരു കൺഫ്യൂഷനിലാണ്. ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സൺ സിംഗിൾ ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളോട് കമ്മിറ്റ്മെന്റ് തരാത്തതെന്ന് നമ്മൾ ചോദിക്കണമല്ലോ. ഈ പേഴ്സൺ ചിലപ്പോൾ ഈ പേഴ്സൺ ആക്ച്വലി സിംഗിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് കണക്ഷനിലാണ് ഈ പേഴ്സൺ, പക്ഷെ നിങ്ങളല്ലാതെ വേറെ ആരുമായിട്ട് ഈ പേഴ്സണ് കണക്ഷൻ ഇല്ല എന്നും കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ നിങ്ങളായിട്ട് കണക്ഷൻ ഉള്ള ഒരു എനർജിയാണ്. പിന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം. കാരണം ഒരു കിങ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ആദ്യത്തെ മാരേജ് ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞ ഒരു എനർജിയും കൂടെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സൺ എക്സോസ്റ്റഡ് ആണ്. ഈ പേഴ്സണ് ഡ്രാമ കളിക്കാൻ ആദ്യത്തെ റിലേഷൻഷിപ്പും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഈ പേഴ്സന്റെ സ്വഭാവം കൊണ്ടും ആയിരിക്കാം. അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പറയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരും അല്ലേ. അത് കഴിഞ്ഞ് ആ റിലേഷൻഷിപ്പ്, അപ്പൊ ആ ആദ്യത്തെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ പോയത് ഈ പേഴ്സൺ സീരിയസ് അല്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം. കാരണം തുറന്ന് പറയില്ല, സീക്രറ്റ്സ് സൂക്ഷിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഇപ്പോൾ സിംഗിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഈ പേഴ്സൺ മേ ബി ആണ്. അപ്പൊ നിങ്ങളായിട്ട് കണക്ഷൻ ഉണ്ട്, പക്ഷെ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല ഈ പേഴ്സൺ. അതെന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ലൈഫിൽ ഇതൊരു തുടർക്കഥയാണ്. റിലേഷൻഷിപ്പ് വരിക പോവുക. കാരണം ഈ പേഴ്സന്റെ കുഴപ്പമുണ്ട്, അത് ഈ പേഴ്സണ് മനസ്സിലാവുന്നില്ല. ഈ പേഴ്സൺ മറ്റേയാൾ പറയട്ടെ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മറ്റേയാൾക്ക് അത്രയും ക്ഷമയില്ല. അതുകൊണ്ട് ചിലപ്പോൾ പലരും പോയിട്ടുണ്ട് ഈ പേഴ്സണൽ ലൈഫിൽ നിന്ന്. അപ്പം അതുപോലെ തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷനും. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ സിംഗിളായിട്ടും നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാത്തതെന്നുള്ളൊരു ചിന്ത ഇവിടെ. കാരണം ഈ പേഴ്സണൽ ലൈഫിൽ ഇതൊരു തുടർക്കഥയാണ്, റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാതിരിക്കുക എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഈ പേഴ്സൺ, കാരണം ഈ പേഴ്സൺ അങ്ങോട്ട് പറയുമ്പോൾ അവർ പറയും അയ്യോ ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അതും ഈ പേഴ്സണ്, അപ്പം പാസ്റ്റിൽ നടന്നിട്ടുള്ള ആ പ്രശ്നങ്ങൾ ഈ പേഴ്സണ്, അതുപോലെ ഈ പേഴ്സന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്ന സ്വഭാവമാണ്. അപ്പം നമുക്ക് തോന്നും ഈ പേഴ്സൺ ഇൻസൾട്ട് ചെയ്യാന്ന്. പക്ഷെ ഈ പേഴ്സന്റെ സംസാരം അങ്ങനെയാണ്, വളരെ ഡയറക്റ്റ് ആണ്. ഇങ്ങനെ വെറുതെ ഇപ്പൊ ഈ സാരി നിങ്ങൾ വണ്ണമുള്ള ആളാണ്, ഞാനായാലും പെണ്ണായാലും, ഈ ഷർട്ട് എനിക്ക് ചേരുമോ അല്ലെങ്കിൽ ഈ സാരി എനിക്ക് ചേരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വയറ് കാണുന്നുണ്ട്, ഭയങ്കര വയറ് ചാടി കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് പറയും. കാണുന്ന കാര്യം അങ്ങനെ തന്നെ പറയുന്ന ഒരു എനർജിയാണ്. പക്ഷെ നമുക്കത് ഹേർട്ടാവും. ആ പേഴ്സൺ അത് ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജി ആയതുകൊണ്ടാണ് ആൾക്കാർ ആ പേഴ്സണിൽ നിന്ന് അകന്നു പോകുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പേഴ്സൺ ശരിക്കും വിചാരിച്ചിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പേഴ്സണ്, അങ്ങനത്തെ ഒരു എനർജിയാണിത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ അത് നമുക്ക് ചോദിക്കാം. നിങ്ങളെ ഈ പേഴ്സൺ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? യെസ് ആണ് പറയുന്നത്. ഈ പേഴ്സൺ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഈ പേഴ്സൺ അറിയില്ലല്ലോ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഇതിനകത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും ഈ പേഴ്സൺ ആ പേഴ്സന്റെ ജോലിയിലാണ് ഇൻട്രസ്റ്റഡ്. ജോലിയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എപ്പോഴും പൈസ ഉണ്ടാക്കണം എന്നൊരു ചിന്തയുള്ള ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ കേട്ടോ. ഇത് തുറന്ന് പറയുമോ അത് നമുക്കൊന്ന് ചോദിക്കാം. ഈ പേഴ്സൺ ഇത് നിങ്ങളോട് തുറന്ന് പറയുമോ? ഡെവൽ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. നോ കാർഡ് യെസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണിൽ തന്നെ ഒരു നെഗറ്റീവ് ചിന്തയൊക്കെ ഉണ്ട് ഈ പേഴ്സണ്. എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ അത്രയും കാണാൻ ഭംഗിയില്ലാത്തൊരു എനർജി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടും കൂടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്, പെണ്ണായാലും ആണായാലും. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ ആ പേഴ്സൺ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ
ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആകെ നാണക്കേടാവില്ലേ എന്നൊരു ചിന്ത നിങ്ങളുടെ ഈ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് സ്നേഹം തുറന്ന് പറയുമോയെന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഈ പേഴ്സൺ കുറച്ച് സമയം എടുത്ത് നിങ്ങളോട് സത്യം തുറന്ന് പറയുമായിരിക്കും. കുറച്ചും കൂടെ നിങ്ങൾ ഈ പേഴ്സണെ കംഫർട്ടബിൾ ആക്കിയാൽ. ഇപ്പോൾ ഈ പേഴ്സൺ അത്ര കംഫർട്ടബിൾ അല്ല നിങ്ങളോട്. കാരണം നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് ഈ പേഴ്സണ് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാണോ അല്ലയോ എന്ന്. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ഈ പുറമേ കാണുന്ന ഈ പുറംചട്ട ഉണ്ടല്ലോ, ഇത് ആദ്യം ഊരി വെച്ചാൽ മാത്രമേ ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം, ശരിക്കുള്ള ഫീലിങ്സ് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യും ഈ പേഴ്സൺ, പക്ഷെ കുറച്ച് സമയമെടുക്കും കേട്ടോ. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമുണ്ട് പക്ഷെ പറയാനുള്ള ധൈര്യമില്ലാത്തതും കൊണ്ടാണ് ഈ പേഴ്സൺ പറയാത്തത്. എന്താണ് ഉദ്ദേശം? അതാണ് നമുക്കറിയേണ്ടത്. എന്താണ് ഉദ്ദേശം? ഡിസിഷൻ എടുക്കുക. ആ ഡിസിഷൻ എടുത്താൽ മാത്രമേ, കാരണം നിങ്ങൾക്ക് ഈ പേഴ്സണോട് എന്താണ് ഫീലിങ്സ് എന്ന് ഈ പേഴ്സൺ എപ്പോഴും അറിയില്ല. മനസ്സിലായോ? വളരെ ട്രഡീഷണലായ ഒരാളാണ്. അപ്പോൾ വെറുതെ തമാശയ്ക്ക് വേണ്ടി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും, തമാശയ്ക്ക് വേണ്ടി ഐ ലവ് യു പറയാനും, തമാശയ്ക്ക് വേണ്ടി കറങ്ങാനൊന്നും ഈ പേഴ്സൺ ഇഷ്ടമല്ല. വളരെ ട്രഡീഷണലായ ഒരാളാണ്. വിവാഹമാണ് ഉദ്ദേശം. മനസ്സിലായോ? പക്ഷേ അത് എടുത്തു ചാടി ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ വിൻഡോ ഷോപ്പിങ്ങിലായിരിക്കാം, പറയാൻ പറ്റില്ല നമുക്ക്. ചിലപ്പോൾ വേറെ ആളുകളെ റിലേഷൻഷിപ്പിലല്ലെങ്കിലും വേറെ ആളുകളെയും ഈ പേഴ്സൺ നോക്കി വെച്ചിട്ടുണ്ടാവാം, അറിയില്ല. നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഡിസിഷൻ ചെയ്യില്ല. വളരെ ആലോചിച്ച് ഡിസിഷൻ എടുക്കുക. അപ്പോൾ മേ ബി ഒരാളും കൂടെ ഉണ്ട് അവിടെ. കാരണം 2 പെന്റക്കിൾസ് ഈ പേഴ്സന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇത് വേണോ നല്ലത്, ഇതാണോ നല്ലത്. അപ്പോൾ അതൊരു ചോയ്സ് എടുത്തിട്ടില്ല ഈ പേഴ്സൺ. അതുകൊണ്ടാണ്. മനസ്സിലായോ? പക്ഷേ അതുകൊണ്ട് തന്നെ രണ്ടും വിട്ടുകളയാനും പറ്റില്ല. ഒരു തീരുമാനം എടുത്താൽ ഒരെണ്ണം നമ്മൾക്ക് ഉപേക്ഷിക്കാം, കാരണം നമുക്ക് ഒരെണ്ണം മതി കല്യാണത്തിന്. പക്ഷേ തീരുമാനം എടുക്കാത്തത് കൊണ്ട് ഈ പേഴ്സൺ 2 റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ 2 പേരോട് അട്രാക്റ്റഡ് ആയിരിക്കാം. നിങ്ങളോട് ഇഷ്ടമുണ്ട്, അതുപോലെ ചിലപ്പോൾ ആ പേഴ്സണോട് ഇഷ്ടം ഉണ്ടാവും, അറിയില്ല നമുക്ക്. എന്തായാലും ഈ പേഴ്സൺ തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ്, വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കുന്നത്. അത് കൺഫേംഡ് ആണ്. അപ്പോൾ പക്ഷേ 100% പേഴ്സണ് ആ ഒരു വിശ്വാസം വരണം, നിങ്ങളാണ് ഈ പേഴ്സണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എന്നുള്ള ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെ സന്തോഷത്തോടെ നിങ്ങളോട് യെസ് പറയും. കല്യാണം കഴിക്കാനാണ് ഉദ്ദേശം. അപ്പോൾ അത് നിങ്ങളോട് പറയും, നിങ്ങളോടുള്ള സ്നേഹം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എടുത്തു ചാടി തീരുമാനം എടുക്കാത്തൊരു എനർജിയും കൂടിയാണിത്. വളരെ സ്ട്രോങ് ആയ എനർജിയാണ്. തമാശയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തൊരു എനർജിയാണ്. അങ്ങനത്തെ ഒരു എനർജി നല്ലതാണ്. റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങളോട് പറയുള്ളൂ. അപ്പം ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമായിരിക്കാം, അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. അതാണ്. അപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിനോട് നമുക്ക് ചോദിക്കാം. ഇവർക്ക് ഈ സിറ്റുവേഷനിലുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? 3 of Cups എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി. അപ്പോൾ ഇതിനിടയിൽ വേറൊരാളും കൂടെ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അതാണ്, വേറൊരാളും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും ഈ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് അതിനാണ് നല്ലത്. കാരണം നാളെ ഒരിക്കൽ ഈ പേഴ്സൺ വേറൊരാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇവിടെ കമ്മിറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളാണ് വെയിറ്റ് ചെയ്യുന്നത്. കമ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ പേഴ്സണെ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കുകയും ചെയ്യാം. നിങ്ങളോട് കല്യാണം കഴിക്കണം എന്നാണ് ഉദ്ദേശം. ഡിസിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഡിസിഷൻ എടുക്കുമ്പോൾ അത് വേറൊരാൾക്ക് ആളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെയിറ്റ് ചെയ്തത് വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ് ഈ പേഴ്സണുമായിട്ട് ബെസ്റ്റ്. റിലേഷൻഷിപ്പിൽ പോയാൽ നിങ്ങൾക്ക് തലവേദനയാകും. കാരണം ഈ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്ന, ഫാസ്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജി ആയിരിക്കും. ക്ഷമ കുറഞ്ഞെറിഞ്ഞ എനർജി ആയിരിക്കും. ഈ പേഴ്സൺ ആണെങ്കിൽ ഭയങ്കര ക്ഷമയാണ്. ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി തന്നെ എന്താ പറയുക, മെനു കണ്ടാലും മെനുവിൽ നോക്കി ഒരു 1/2 മണിക്കൂർ ഇരിക്കുന്ന ചില ആളുകളില്ലേ, മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജിയാണ്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ആലോചിച്ച് ചെയ്യുന്ന ഒരു എനർജി ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് ശേഷവും അതൊക്കെ തന്നെയായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതായിരിക്കും നല്ലത്. ഉദ്ദേശമൊക്കെ നല്ലതാണ് ഈ പേഴ്സൻ്റെ, പക്ഷേ
നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് വെറും ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര തലവേദന ആയിരിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻ ടോറസ് ഉണ്ട്, പിന്നെ ക്യാൻസർ, കാപ്രിക്കോൺ, സ്കോർപ്പിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഈ റീഡിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത റീഡിങ്ങിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ്. ഭഗവാനെ ഓറക്കിൾ മെസ്സേജ് നോക്കാം നമുക്ക്. അപ്പോൾ സ്പിരിച്വലി നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എന്താണ് ഈ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നവർ സ്പിരിച്വലി എന്താണ് അറിയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് നടക്കുന്നത്, അതൊക്കെ മാറാനായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെയാണ് സ്പിരിച്വൽ ഓറക്കിൾസ് പറയുക നമ്മളോട്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്, നോക്കാം. എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ് നിങ്ങളിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് ഓപ്പൺ ആക്കുക, കണക്ട് ചെയ്യുക യൂണിവേഴ്സിനോട് എന്ന് പറയുന്നത്. ഈ 3 കാർഡ്സ് അവസാനം വന്നതാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്നറിയില്ല, എന്തായാലും വന്നു, ഞാൻ എടുക്കുകയാണത്. അപ്പോൾ ഡിസ്പെല്ലിങ് ഫിയർ ആൻഡ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി. നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് കുറേ ഭയമുണ്ട്, എന്തിനൊക്കെയോ അഭിപ്രായം പറയാൻ ഭയം, ചൂസ് ചെയ്യാൻ ഭയം, ഒരു ഒപ്പീനിയൻ എടുക്കാൻ ഭയം, അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് പണി തരുന്നുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടെന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഈഗോ ഉണ്ട്, അത് ചീത്ത ഈഗോ ആണ്, മനസ്സിലായി? ആ ഈഗോ കൊള്ളില്ല നിങ്ങൾക്ക്. ആ ഈഗോ, ചിലരോട് നിങ്ങൾ ഈഗോ കാണിക്കുന്നുണ്ട്, ചിലരെ നിങ്ങൾക്ക് ഭയമാണ്. ആ ഈഗോ കളയണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഡിസ്ട്രോയർ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നാശം നടക്കാൻ പോകുന്നുണ്ട്. അതിന് ശേഷം വളരെയധികം വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഭഗവാനെ, ഇനി നമ്മൾ ജിപ്സി ഓറക്കിൾസ് ആണ് നോക്കുന്നത്. ഓക്കെ, ജിപ്സി ഓറക്കിൾസ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജിപ്സി ഓറക്കിൾസ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജിപ്സി ഓറക്കിൾസ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, മാലഡി, ഒരു കിടപ്പ് രോഗി. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖമുണ്ടോ? ബെഡ് റെസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ളത് യങ് വുമൺ, ഒരു യങ് വുമണിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ആണോ ഈ യങ് വുമൺ? ഒരു പ്രാരാബ്ധമുള്ള ഒരു ഓംനേഴ്സ് ആണോ ഈ യങ് വുമൺ? എന്തോ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്വീറ്റ് ഹാർട്ട്, 2 സ്ത്രീകളെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് സ്ത്രീകൾ എനർജിയാണ്, 2 ഫീമെയിൽ എനർജീസിനെ നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ കിടപ്പ് രോഗിയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജസ് കാണിച്ചത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി 8 ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൺ മൂവ്മെൻറ്റിലാണ്. ഈ പേഴ്സൺ ചിലപ്പോൾ ട്രാവൽ ചെയ്യായിരിക്കാം, ഫ്ലൈറ്റിലായിരിക്കാം, ട്രെയിനിലായിരിക്കാം, എവിടെയോ പോകുകയാണ് ഈ പേഴ്സൺ. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന എനർജിയാണ്. എല്ലാ കാര്യവും നാളെ തീരുമാനം എടുക്കണമെങ്കിൽ ഇന്നലെ തീരുമാനം എടുക്കണം എന്ന് ചിന്തിക്കുന്ന, വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്ന, ഫാസ്റ്റായിട്ട് പെരുമാറുന്ന, ഫാസ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ട്രാവലിംഗ്, ചിലപ്പോൾ ഒരു ട്രാവലിംഗ് ജോലിയുള്ള ഒരാളായിരിക്കാം, ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവോ സെയിൽസ്മാനോ, അങ്ങനെ
കുറേ അധികം യാത്ര, അല്ലെങ്കിൽ ഒരു ബിൽ കളക്ടറോ ഫിനാൻസ് കളക്ടറോ അങ്ങനെ എന്തോ പൈസയൊക്കെ കളക്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതുപോലെ തന്നെ ഡെറ്റ് റിക്കവറി അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ് കാണിക്കുന്നത്. ബാങ്കിലൊക്കെ ജോലി, പൈസ റിക്കവർ ചെയ്യാനൊക്കെ നടക്കുന്ന ആളെ പോലെ കാണിക്കുന്നുണ്ട്. എന്തായാലും 8 of Wands എന്ന് പറയുമ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് ക്ലാരിഫൈ ചെയ്യുന്നത്. പക്ഷേ വളരെ ആലോചിച്ച് എല്ലാവരോടും വളരെ ഫാസ്റ്റായിട്ട് ഇടപെടുന്ന എനർജിയാണ്. പക്ഷേ പേഴ്സൺ എപ്പോഴും മറ്റുള്ളവരോട് നല്ല ബന്ധം പുലർത്താൻ ആലോചിക്കുന്ന ആളാണ്. ഫാസ്റ്റ് ആണെങ്കിലും ആലോചിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന, ആലോചിച്ച് പെരുമാറുന്ന ഒരു എനർജിയാണ്. എടുത്തുചാട്ടമുള്ള ആളല്ല കേട്ടോ. വളരെ സഹകരണ മനോഭാവമുള്ള ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ സിംഗിൾ ആണോ? നമുക്ക് നോക്കാം. ഈ പേഴ്സൺ സിംഗിൾ ആണോ? സിംഗിൾ ആണോ നോക്കാം. മേ ബി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു ഹെറഫാൻഡ് ആണ്. ഹെറഫാൻഡ് എന്ന് പറയുമ്പോൾ ഒരു മഠത്തിൻ്റെ അധിപനെ പോലെയാണ്. ഒരു റിലീജിയസ് ഇതിൻ്റെ വലിയ ഉയരത്തിലിരിക്കുന്ന ഒരാളെ പോലെ. ഈ പേഴ്സൻ്റെ വാക്കുകൾക്ക് വളരെ വില മറ്റുള്ളവർ കൊടുക്കും. ഈ പേഴ്സൺ പറയുന്നത് അഡ്വൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ സിംഗിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ സെലിബസി നമ്മൾ പറയില്ല, ചിലപ്പോൾ ഈ പേഴ്സൻ്റെ റിലീജിയസ് ബന്ധം കൊണ്ട് ഈ പേഴ്സൺ വിവാഹിതനാകാനോ വിവാഹിതയാകാനോ പാടില്ലാത്ത ഒരു എനർജി ആയിരിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ സിംഗിൾ എനർജി എന്ന് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ എനിക്ക്. ഹാപ്പിയാണ്. ഈ പേഴ്സൻ്റെ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഹാപ്പിയാണ്. റിലേഷൻഷിപ്പിൽ ഇരിക്കാത്ത ഒരാളാണ്. വളരെ ഹാപ്പിയാണ്. സിംഗിൾ എനർജിയാണ് പക്ഷെ കേട്ടോ. എന്ന് വെച്ചാൽ ചെറുപ്പമല്ല, സിംഗിളാണ് പക്ഷെ ചെറുപ്പമല്ല ഈ പേഴ്സൺ. അങ്ങനെയാണ് കാണിക്കുന്നത്. വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയ, സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ അറിവുള്ള ഒരു എനർജിയാണ്. ഹാപ്പിയാണ്. സിംഗിൾ ആണെങ്കിലും ഹാപ്പിയാണ്. ബന്ധങ്ങളിൽ പ്രശ്നമില്ല. ബന്ധങ്ങളെ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. ഓക്കെ, ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ടോ? നോ, റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളോട് സിമ്പതി ഉള്ള ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത്. മനസ്സിലായി? അപ്പം നിങ്ങൾ കൺഫെസ് ചെയ്യുന്ന ആളായിരിക്കാം. പള്ളിയിലച്ഛനാവണം എന്നല്ല പറഞ്ഞത്. ഏത് മതത്തിലാണെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പറയാനും നന്നായിട്ട് നിങ്ങളെ അഡ്വൈസ് ചെയ്യാനും കഴിവുള്ള ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾ ചില സമയത്ത് എന്താ പറ്റുകയെന്നറിയാം, നമ്മൾ വല്ലാത്തൊരു സിറ്റുവേഷനിൽ, വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ആരൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും അതിനെ കയറി സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മൾ മെജോറിറ്റി. തിരിച്ചറിവില്ല, കാരണം ആരെങ്കിലും മതി എന്നൊരു സിറ്റുവേഷൻ വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ചെത്തിക്കണ്ട എന്നാണ് പറയേണ്ടത്. കാരണം ഇവിടെ ഒരു ഫ്യൂച്ചർ വരാൻ വഴിയില്ല, ഒരു ടവർ മൊമെൻറ്റ് വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഉദ്ദേശം ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാം. ഈ പേഴ്സണോട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, സങ്കടങ്ങൾ പറയാം, അഡ്വൈസ് തരും, എല്ലാം. നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, നിങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പേഴ്സൺ അറിയാം നിങ്ങളോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് വേറെ വഴിക്ക് പോകുമെന്ന് അറിയുന്നതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കുറച്ച് ഡിറ്റാച്ച് ചെയ്ത് അകന്നാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം പേഴ്സൺ അറിയാം ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവുമെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ കാര്യം വരുന്നില്ല. നമ്മൾ അതുകൊണ്ട് എന്താണ് ഈ പേഴ്സണിൻ്റെ ഉദ്ദേശം, ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയുമോ? ഈ പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ വളരെ കാൽക്കുലേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്.
ചിലപ്പോൾ ഒരു NGO പോലെ നടത്തുന്ന ഒരു എനർജി ആയിരിക്കാം. വളരെ കൺസർവേറ്റീവായ എനർജിയാണ്. അങ്ങനെ ആവശ്യമില്ലാതെ വളരെ റിലിജനെ മുറുകെ പിടിക്കുന്ന എനർജിയാണ്. ആവശ്യമില്ലാതെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന എനർജി അല്ല എന്നാണ് പറയുന്നത്. ആൾക്കാർ ഈ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും, പക്ഷേ ഈ പേഴ്സൺ അതിനകത്ത് വീഴില്ല. നിങ്ങളും അത് കുറേ ട്രൈ ചെയ്തിട്ടുണ്ടാവാം, മനസ്സിലായോ? പക്ഷേ ഈ പേഴ്സൺ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുമ്പോഴും കൂടുതൽ ഏതാളും ആയിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ പറയില്ലേ കള്ളൂടിയനാണ് അല്ലെങ്കിൽ ചീത്ത സ്വഭാവമുള്ള സ്ത്രീയാണെന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളവരോട് പോലും ഈ പേഴ്സൺ വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടുമാണ് സംസാരിക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജലസി ഉണ്ടാവും, അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ, ഈ പേഴ്സണോട് കുറ്റം പറയാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായി? നിങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നോക്കാം നമുക്ക്. നിങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ട് ഈ പേഴ്സണിന്റെ ഉദ്ദേശം എന്താണ്? സഹകരണം. അതാണ് ആ ഒരു സഹകരണമാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലാവുണ്ടോ? എല്ലാവരോടും സഹകരിച്ച് പോകണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒന്നിലും ചെന്ന് പെടരുത്, അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകരുതെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കള്ളത്തരം ഈ പേഴ്സണ് പറ്റില്ല. കാരണം കള്ളത്തരം പേഴ്സൺ ഇടപെടുന്ന ആളുകൾ കുറേ സൊസൈറ്റി എന്താ പറയുക അംഗീകരിക്കാത്ത സ്വഭാവമുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അത് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അയാളിലുള്ള അങ്ങനത്തെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് എല്ലാവരോടും പെരുമാറുന്ന പോലെ മാത്രമേ നിങ്ങളോട് പെരുമാറുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നതാണ് ഈ പേഴ്സണ് നിങ്ങളോട് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന്. ചിലപ്പോൾ നമുക്ക് നമ്മളോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരണം എന്നൊരു ടെൻഡൻസി നമുക്ക് വരും. ഇത്രയും കഴിവുള്ള ആളാണ് ആ പേഴ്സൺ, എൻ്റെ അടിമയാവണം എന്നൊരു ചിന്ത വരുമ്പോൾ ആണ് നമ്മൾ കൂടുതൽ അവരിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു, അവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ നമ്മൾ വേണ്ടാത്ത വഴിയെല്ലാം ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ അതെല്ലാം അറിയാം, അനുഭവങ്ങളിലായിരിക്കും. എന്തായാലും ഈ പേഴ്സൺ ഇതിനകത്തൊന്നും പെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങളെ ഒഴിവാക്കാനും ഈ പേഴ്സൺ ട്രൈ ചെയ്യില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? നിങ്ങളുടെ മനസ്സിന്റെ തെറ്റിദ്ധാരണയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? നോക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ യുദ്ധം ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലാണ് നടക്കുന്നത്. ആ പേഴ്സണോടുള്ള ഇഷ്ടം, ആവശ്യമില്ലാത്ത അട്രാക്ഷൻ, ചിന്തിച്ച് കൂട്ടുക, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലാണ്. ആ പേഴ്സൺ ഇഷ്ടമുണ്ടെന്നുള്ളൊരു തോന്നൽ, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലാണ്. ഇതൊന്നും ശരിക്കും ഇല്ല, ഇതൊക്കെ മിഥ്യയാണ്, നിങ്ങൾ ആലോചിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ പ്രത്യേകിച്ച് നിങ്ങളോട് ഇഷ്ടമൊന്നും ഈ പേഴ്സൺ ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു അവയർനെസ് വരണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള ചിന്തകൾ അത് ഒഴിപ്പിച്ച് കളയുക നിങ്ങളുടെ ഉള്ളിൽ നിന്ന്. കാരണം നിങ്ങൾക്കാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ട്, ഈ പേഴ്സണ് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ പേഴ്സൺ അതിനെല്ലാം ഉപരിയായിട്ടുള്ള ഒരു എനർജിയാണ്. മനസ്സിലായി? നിങ്ങളാണ് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്, നിങ്ങളാണ് നിങ്ങളോട് തന്നെ പടവെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ അത് ബാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ പേഴ്സൺ ഇതിനകത്ത് ഇൻവോൾവേ അല്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ജെമിനായി, സ്കോർപിയോ, ലിയോ, ടോറസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ട് വന്നത്. അപ്പം അതാണ് രണ്ടാമത്തെ റീഡിങ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാം. ഭഗവാനെ ഓക്കെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ ഇപ്പോഴത്തെ എനർജിയാണത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, സ്പിരിച്വലി നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങളിപ്പോൾ എന്താണ് അറിയേണ്ടത്? ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ,
ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒരു ടോക്സിക് സിറ്റുവേഷൻ കണ്ട പോലെ തോന്നി ഭഗവാനെ. എന്താ വരുമെന്ന് നോക്കാം കാർഡ്. ഭഗവാനെ, ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ദേവിയമ്മേ മഹാമായ, ദേവിയമ്മേ മഹാമായ, ദേവിയമ്മേ മഹാമായ. എടുത്തേക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇത്രയും കാർഡ് കാണേണ്ടവരായിരിക്കാം. നോക്കാം. ആദ്യത്തെ കാർഡ് സ്നേക്ക്. പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. നിങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചില സമയത്ത് നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് ഓം എന്ന യൂണിവേഴ്സൽ സൗണ്ട് ജപിക്കണമെന്ന് പറയുന്നത്. ഓം വൈബ്രേഷനാണത്. നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ വ്യാപിക്കുന്ന വൈബ്രേഷൻ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവും. ഇമോഷണൽ കൺട്രോൾ. അപ്പം നിങ്ങൾക്ക് ഇമോഷൻസിൽ വളരെ പ്രശ്നമുള്ള ആളുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ വളരെ ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് കാര്യങ്ങൾ കണ്ട് പെരുമാറണം. ഇമോഷൻസിനെ കൺട്രോളിൽ വെക്കണമെന്ന് പറയുന്നുണ്ട്. സെൽഫ് കെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമ്മളൊരു കാര്യത്തിൻ്റെ പുറകെ ഒബ്സസ്ഡ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് സ്വന്തം കാര്യം നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് സെൽഫ് കെയർ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നമ്മളെ തിരിച്ചറിയണം. അപ്പോൾ നമ്മളിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് അത് വരുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദിയോഗി, എംബാക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. യോഗ എന്ന് പറയുന്നൊരു ഡിസിപ്ലിനാണ്. ഭക്ഷണ രീതി, ഉറക്കം, എക്സസൈസ് ഇതെല്ലാമാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ആരോഗ്യം. ഓക്കെ. ഡിവൈൻ വിസ്ഡം. ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹെൽപ്പ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് ചിലപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ, ഇപ്പം 10 നല്ല കാര്യങ്ങളും 9 ചീത്തക്കാര്യങ്ങളും ഉണ്ടെന്ന് വയ്ക്കുക. അല്ലെങ്കിൽ 10 നല്ല കാര്യങ്ങളും 1 ചീത്തക്കാര്യം. ആ ചീത്തക്കാര്യത്തിനെ കുറിച്ചേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ പ്രശ്നം കാണിക്കുന്നത്. നമ്മൾ ആ 10 നല്ല കാര്യങ്ങളിലും ശ്രദ്ധ വയ്ക്കുക. എന്നിട്ട് ഒരു കാര്യം, ഓക്കെ ഭഗവാൻ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്, പക്ഷെ ഒരെണ്ണമല്ലേ പ്രശ്നമുള്ളൂ, കുഴപ്പമില്ല. നിങ്ങൾ കുടയില്ലാതെ പുറത്തേക്ക് പോകുമ്പോൾ, വളരെ സിമ്പിളായ കാര്യം, കുടയില്ലാതെ പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര മഴക്കാറ്, പെട്ടെന്ന് ഇരുണ്ടുകൂടി. അപ്പോൾ ദൈവമേ മഴ പെയ്യുമല്ലോ, ഞാൻ കുട എടുത്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങൾ വീടെത്തുന്നത് വരെ ആ മഴയെ പിടിച്ചു നിർത്തുന്നുണ്ട് ആരോ, അല്ലേ? പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ കയറി, മഴ പെയ്തില്ല, നിങ്ങളത് ഓർക്കുന്നേ ഇല്ല. നിങ്ങൾ വീട്ടിൽ പോയി പിന്നെ നിങ്ങളുടെ വേറെ പ്രാരാബ്ധങ്ങൾ കാണുമ്പോൾ അയ്യോ ഇതെന്ത് ദൈവം എന്ത് ഇങ്ങനെ എന്നോട്, മനസ്സിലായോ? ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതിന് അതിന് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അത് തിരിച്ചറിയണം നമ്മൾ. അപ്പോൾ പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ കുറയും. അപ്പോൾ എംബ്രേസിങ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. നിങ്ങളുടെ കൂടെ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ പേഴ്സണെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സണോട് ആ പേഴ്സണെ റെസ്പെക്റ്റ് ഇല്ല നിങ്ങൾക്ക്. ആ പേഴ്സണോട് നിങ്ങൾ അഡ്വൈസ് ചോദിക്കാറില്ല. അവരുടെ വാക്കിന് ഒരു വിലയും കൊടുക്കാറില്ല. അത് കൊടുക്കണമെന്നാണ് പറയുന്നത്. അവരെ തിരിച്ചറിയണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ കുറേ ബ്ലോക്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ 7 ചക്രാസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 7 ചക്രാസ് ബ്ലോക്ക് ആകുമ്പോഴാണ് നമ്മളെ ചിന്ത ശരിയാവില്ല, ഭക്ഷണം ശരിയാവില്ല, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും, എനർജി ബ്ലോക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് എനർജി ബ്ലോക്ക് ആകുമ്പം വെറുതെ ഗ്യാസ് കയറി ഫില്ല് ചെയ്താൽ നമ്മൾ നമുക്ക് ആകെ ബോധം കെടുന്ന പോലെ തോന്നും. നമുക്ക് ഹാർട്ട് പെയിൻ, ചെസ്റ്റ് പെയിൻ വരും. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഛർദ്ദിക്കാൻ വരും, നമുക്ക് എല്ലാവരോടും ദേഷ്യം. എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ചക്രാസ് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ മനഃശക്തിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയിട്ടും ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഹിന്ദുക്കൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാർഡായതുകൊണ്ടാണ് ഇവിടെ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ജപിക്കണമെന്ന് പറയുന്നത്. അത് ബാഹ്യശക്തികളുടെ നിന്ന് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും നമ്മളുടെ ആഗ്രഹ സാഫല്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ജപിക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടെ എനർജി എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, പക്ഷെ സീക്രട്ടായിട്ട് വെക്കുന്ന ഒരു എനർജിയാണ്. പുറത്തേക്ക് പറയില്ല. ഈ സ്നേഹം അവരെപ്പോഴും മറച്ചു വെക്കും. നമുക്കത് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു പറയില്ല, വളരെ സീക്രട്ടീവാണ്.
അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഒരു മേ ബി ഒരു മാസ്കുലിൻ എനർജി ആയിരിക്കാം, പക്ഷേ ഫെമിനിൻ എന്താ പറയുക, ഫെമിനിനിറ്റി കൂടുതലുള്ള ഒരു മാസ്കുലിൻ എനർജിയും ആകാം, അല്ലെങ്കിൽ ഇതൊരു ഫീമെയിൽ തന്നെ ആവാം. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. കുറച്ചൊക്കെ ജലസി, ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ വളരെ പൊസസീവ് ആയിരിക്കും, വളരെ ഇമോഷണൽ ആയിരിക്കും. ഇമോഷൻസ് കാണിക്കാതിരിക്കാൻ നോക്കും, പക്ഷേ ഭയങ്കര ഇമോഷണൽ ആവുന്ന ഒരു എനർജിയാണിത്. ഇവിടെ ഒരു 10 ഓഫ് പെന്റക്കിൾസ് നെഗറ്റീവാണ് വന്നേക്കുന്നത്. സക്സസ്ഫുൾ അല്ല ഈ പേഴ്സൺ എന്നാണ്. ഈ പേഴ്സണുമായിട്ടുള്ള ഒരു ലൈഫ് പ്രശ്നത്തിൽ കലാശിക്കുമെന്നാണ് ഈ പേഴ്സന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമെങ്കിൽ ആ പേഴ്സന്റെ സ്വഭാവം മാറ്റാൻ റെഡിയല്ല. എല്ലാവരും ഈ പേഴ്സണെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ക്ലാരിറ്റി കൊടുക്കാനും നോക്കുന്നുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി മാരീഡ് ആണ് ഈ പേഴ്സൺ, പക്ഷെ ഹാപ്പി അല്ല ആ സിറ്റുവേഷൻ്റെ. അത് പക്ഷെ ആരോടും പറയുന്നില്ല, അത് മറച്ചു വെക്കുന്ന ഒരു എനർജി. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആള് ഓൾറെഡി മാരീഡ് ആണ്, പക്ഷെ മാരേജിൽ ഹാപ്പി അല്ല. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ എന്നിട്ട് ചിലപ്പോൾ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവാം ഈ പേഴ്സൺ തുറന്ന് പറയാനായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ. പക്ഷെ ഈ പേഴ്സൺ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ തുറന്ന് പറയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ സിംഗിൾ ആണോ എന്ന് നമുക്ക് ചോദിക്കാം. ഇത് ഡിവോഴ്സ്ഡ് ആണോ, ഡിവോഴ്സ് കഴിഞ്ഞോ? കാരണം ഈ പേഴ്സൺ ഒന്നും വിട്ടു പറയുന്നില്ല. സെപ്പറേറ്റഡ് ആണോ, ഒപ്പം ജീവിക്കുകയാണോ, അതോ അകന്ന് ജീവിക്കുകയാണോ, ഇതൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൺ പറയുന്നില്ല നിങ്ങളോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ പേഴ്സൺ സിംഗിൾ ആണോ അല്ലയോ എന്ന് നോക്കും. വെച്ചാൽ ഈ പേഴ്സൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പേഴ്സൺ സിംഗിൾ ആണോ? മേ ബി എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ സിംഗിൾ ആണോ? അപ്പോൾ വളരെ സീക്രട്ടീവ് ആയ, കുറച്ച് കണ്ണിങ് ആയ ഒരു എനർജിയാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ആൾക്കാരെ നിഷ്കളങ്കത പോലെ അഭിനയിച്ച് പറ്റിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. വളരെ പവർഫുള്ളാണ്, വളരെ റിലീജിയസ് ആണ്. പക്ഷെ പുറമെ കാണുമ്പോഴത്തേക്കും അയ്യോ എനിക്കൊന്നും അറിയില്ല, എനിക്ക് എല്ലാവരും സഹായം വേണമെന്ന് അഭിനയിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇതിനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ സിംഗിൾ ആണോ എന്നുള്ളത് ആ പേഴ്സണ് തന്നെ അറിയില്ല. ചിലപ്പോൾ ഈ പേഴ്സൺ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം. മനസ്സിലായോ? എന്ന് വെച്ചാൽ ചിലർ റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുമെങ്കിലും അതിനകത്ത് നിന്ന് ഇറങ്ങുമില്ലെങ്കിലും ആ പേഴ്സൺ കൂടെയുള്ള ആളെ അത്രയും വെറുക്കും. അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അതിലൊരാളാണോ നിങ്ങളുടെ ഈ പേഴ്സൺ എന്നറിയില്ല, കാരണം തുറന്ന് പറയുന്നില്ല. അത് ഈ പേഴ്സണ് വളർന്നു വന്ന സാഹചര്യമാവും. ഭർത്താവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് കുറ്റം പറയാൻ പാടില്ല മറ്റുള്ളവരോട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ സിംഗിൾ ആണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മുതലെടുക്കുമെന്നൊരു പേടിയും കൂടി ഈ പേഴ്സൺ ഉണ്ട്. പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഈ ഭയങ്കര ഇമോഷണൽ ആയ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സിംഗിൾ ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സിംഗിൾ ആണെന്ന് മറ്റുള്ളവരോട് പറയാൻ ബുദ്ധിമുട്ടാണ്. അതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊരു പേടിയുണ്ട് ഈ പേഴ്സണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഈ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ് ഈ പേഴ്സണ്. പക്ഷെ അത് വളരെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, വളരെയധികം അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. ഉള്ളിലുള്ള ഈ പേഴ്സൺ എന്ന് വെച്ചാൽ വളരെ റിലീജിയസ് ആയ എനർജിയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വളർന്നു വന്നതാണ്. അപ്പോൾ സൊസൈറ്റി നല്ലതെന്ന് പറയുന്നതും ചീത്ത എന്ന് പറയുന്നതും വേർതിരിവ് വളരെ ക്ലിയർ ആണ് ഇവരുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഒരു മാരീഡായ എനർജി ആവുമ്പം ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോയാൽ അത് വളരെ അധികം തെറ്റാണെന്നൊരു ബോധം അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് അവർ നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ കൺട്രോൾഡ് ആയിട്ട് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകാൻ ഇവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അത് പണിയാവുമെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവർ നിങ്ങളോട് ഇപ്പം തൽക്കാലം പറയാത്തത്. എന്നെങ്കിലും ഇത് നിങ്ങളോട് ഇവർ പറയുമോ? നോ റിവേഴ്സ് ആണ് പറയുന്നത്. ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വയസ്സായി കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ നിങ്ങളോട് പറയുമായിരിക്കും. അപ്പോഴും നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അടുപ്പം ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയും ഈ കാര്യം. ഇപ്പോഴൊന്നും പറയില്ല ഇവർ എന്നാണ് പറയുന്നത്. ഇവർക്ക് കുറേ കടമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർത്തതിന് ശേഷം മാത്രം അവർ നിങ്ങളോട് പറയുള്ളൂ.
അപ്പം അപ്പോഴേക്കും നിങ്ങൾക്ക് ഇവരോടുള്ള ഫീലിങ്സ് എല്ലാം പോവും. 10 of Swords ആണ് കാണിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവരോട് ഭയങ്കര ദേഷ്യം തോന്നും. മനസ്സിലായി? കാരണം ഇത് നിങ്ങളോട് പറയാത്തത് കൊണ്ട്. എന്താണ് ഇവർ നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇവർ റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഇവരുടെ? നിങ്ങളോട് അവർ ഭയങ്കര പാഷനറ്റ് ആണ് കേട്ടോ. ഇവർക്ക് പ്രാരാബ്ധങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരാളാണ് നിങ്ങൾ. മനസ്സിലായി? ഇവർക്ക് ഒരു മനസ്സമാധാനം, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ ഇതൊരു വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. ഇവിടെ ഒരു പൊട്ടിത്തെറി. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് എല്ലാ ഇമോഷൻസും ഉള്ളിൽ ഒതുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇവർക്ക് വട്ടായി മാറും. അപ്പോൾ ആരോടെങ്കിലും സംസാരിക്കണം, വിശ്വസിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും. ആ വിശ്വസിക്കാൻ പറ്റുന്ന ആൾ ഒരിക്കലും ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവർക്കെതിരായിട്ട് ഉപയോഗിക്കില്ല എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഇവർ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ഇവർക്ക് ഫ്യൂച്ചറിൽ നിങ്ങളെ കൊണ്ട് വലിയ ഉദ്ദേശമൊന്നുമില്ല. നീ ഒരു ഭാരം ഇറക്കി വെക്കാനുള്ളൊരാൾ. അതുകൊണ്ട് ഇവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൊട്ടിത്തെറി അവർക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് അവരുടെ ഉദ്ദേശം. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത്? കിങ് ഓഫ് പെന്റക്കിൾസും ക്വീൻ ഓഫ് പെന്റക്കിൾസും ആണ് കാണിക്കുന്നത്. ഇത് ഹസ്ബൻഡ് വൈഫാണ്, പവർ കപ്പിളാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളെ, നിങ്ങളും മാരീഡ് ആയിരിക്കാം, അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ആളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ട കൺസിഡറേഷൻ നിങ്ങൾ കൊടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. ഇത് നിങ്ങൾ രണ്ടുപേരും സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ടാണ് ഈ കാർഡ് വന്നത്. ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ കാർഡ് വന്നു ഇവിടെ. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് റോട്ടിൽ തെണ്ടി നടക്കുമെന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ, അതുപോലെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വളരെ കേപ്പബിളായ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ അടുത്ത്. പക്ഷെ അത് അവരുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ സ്വന്തം ഭർത്താവിൻ്റെയോ ഭാര്യയുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അറിയുന്നില്ല. അവരെ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ പുറത്തേക്ക് നോക്കുന്നതിന് പകരം നിങ്ങളുടെ വീട്ടിനുള്ളിൽ തന്നെ കുറച്ചൊന്ന് ശ്രദ്ധ പതിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ വീടിനകത്താണ്, നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പുറത്തുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് വിട്ടുകളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, ലിയോ, സ്കോർപ്പിയോ, വെർഗോ, പൈസീസ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിങ്. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ് ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് നൽകാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ടേക്ക് കെയർ. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ബൈ ബൈ.